സാർ ആരാണ് കൊച്ചുളുപ്പക്കാരത്ത്? എടാ ചോദിച്ചത് കേട്ടില്ലേടാ? സാർ ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ നിനക്കൊന്നും ഉറക്കമില്ലേടാ? മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ ഇങ്ങോട്ട് നീങ്ങിക്കണേ. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ നിന്റെ മുഖത്തൊരു പശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെയുള്ള ഒരാള് മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സായി. എപ്പോഴാ മിസ്സായത്? 2-3 മണിക്കൂറായി. എപ്പോഴാ? 2-3 മണിക്കൂറായി. 2-3 മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറാം. നിങ്ങളുടെ ആരാ അയാള്? ഞങ്ങളുടെ ആരുമല്ല സാർ. ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്താണ് വഴി കിടക്കുന്ന വല്ലവനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? 6 അടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സാർ. പിന്നെ ഫുൾ ടൈം തണ്ണിയാണ് സാർ. പ്രായം 35-40 കാണും സാർ. പിന്നെ അയാള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞേ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്. ഇയാൾ തന്നെയാണോ? അതെ സർ, ഇയാൾ തന്നെയാണ് സർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. എല്ലാരും കൂടി കയറുന്ന. ശരി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആക്സിഡന്റ് നടന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സും ഇയാളുടെ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. പോലീസ് സർജൻ വരണം. കണ്ടോ? ഇയാളാണോ ഇന്നലെ രാത്രി നിങ്ങളുടെ ബംഗ്ലാവിൽ? എന്താ പിള്ളേരെ ഇത്? ബോംബെയിൽ നിന്ന് വന്ന ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞത് കർമ്മങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന. മീനാക്ഷി മതി, വാ പോവാം. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. മീനാക്ഷി വാ. ഇയാൾക്കാരുമില്ല. നാഥന രഘുറാം, ഇതൊക്കെ ആരാ? കല്യാണി സ്നേഹിയായിരിക്കും. അയാൾ മരണത്തിലേക്ക് ജീപ്പ് ഓടിച്ചു പോയത് ഈ മുറിന്നായിരിക്കും. അതെ, അയാൾ വിദഗ്ധമായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നമ്മളെ എന്തിനാ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മളയാൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, നമ്മുടെ കൂടെ വേറെ ഉണ്ടല്ലോ ചിലർ. വിനോദൻ, നീ പറ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഐ മീൻ നെല്ലിയാമ്പതി. അതിപ്പോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അതല്ല, സിമിക്കും ദേവിക്കും മീനാക്ഷിക്കും ഒക്കെ മതിയായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് അവർ പറയുന്നത്. ഒന്നാലോചിച്ചപ്പോൾ എനിക്കും തോന്നി അതാണ് ശരി. നീ ഇങ്ങനെ സില്ലിയായാലോ അടിച്ച് കോണ്ടെറ്റി അടക്കണ അലവലാതി ഗോസ്റ്റ് ആണ്, ആത്മാവാണെന്നൊക്കെ പറഞ്ഞാ ആരാ വിശ്വസിക്കുന്നത്? പിന്നെ നമ്മൾ ഈ കണ്ടതൊക്കെ സ്വപ്നമാണെന്നാണ് നീ പറയുന്നത്? നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് മുതൽ പ്രശ്നമാണെന്ന് അവർ പറയുന്നത്.
എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അതാ നല്ലത്. അതെങ്ങനെയാ? പാതി വഴി വെച്ച് അങ്ങ് നിർത്തിയാലോ? അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ 3 കൊണ്ട് മല കയറിയത്. വാട്ട് യു മീൻ? എടാ ചെക്ക, നീ എന്താ ഈ വിനോദ് വർഗീസിനെ കുറിച്ച് ധരിച്ചത്? നിന്റെയൊക്കെ ടൂർ ഓപ്പറേറ്ററോ? അതോ ഞാൻ നിന്റെ അവളുടെയൊക്കെ ഗൈഡാണെന്ന് വിചാരിച്ചത്? എന്നാ നീ കേട്ടോ, 3 വിളഞ്ഞ വിത്തുകളാ. വിളഞ്ഞാ പിന്നെ വച്ചോണ്ടിരിക്കാൻ പാടില്ല, 3 അരിഞ്ഞെടുക്കണം. ജിത്ലാൽ ഇന്ന് അവിടെ എത്തും. അവിടെ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് നൈറ്റിന് മുമ്പ് നിനക്കൊരു എക്സ്പീരിയൻസ്. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലടാ? വിനോദിന് ചീറ്റ് ചെയ്യാനും മാത്രം നീ ഇല്ലടാ. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിയേ, എന്താ നമുക്ക് ഉടനെ പോണം. എന്താ എന്താ പറ്റി? ആ വിനോദ് ഞാൻ വിചാരിച്ച പോലെ താളയല്ല, അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. രഘുറാം, 14 മണിക്കൂറുകൾ കഴിഞ്ഞു ഞാൻ മരിച്ചിട്ട്. ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് തേടി, ഒരിക്കലും കണ്ടുകിട്ടിയില്ല. പാതി ജീവനുള്ള അവളോട് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഒഴിക്കടാ. ദേവി, അതല്ല വഴി. സിമി, വാ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാം. സിമി എഴുന്നേക്ക്, നമുക്ക് രക്ഷപ്പെടണം. എനിക്ക് വഴി ഇനി. ദേവി, നിൽക്ക്. എനിക്ക് വയ്യ, വിനു. ഇല്ല, എനിക്കാവില്ല. എടാ നീയൊക്കെ എന്ത് ഫ്രണ്ടാടാ? എന്നാ പ്രേതാലയത്തിൽ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങൾക്ക് ഓടിപ്പോലെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രേതം എന്നെ തൊടില്ല. ഇവള് മന്ത്രവാദിനിയല്ലേ, മന്ത്രവാദിനി.
മീനാക്ഷി വാ.